നീ പിന്നാമ്പുറത്ത് കൂടെ പോകുന്ന എനിക്കറിയാം. അതാ ഞാൻ അവിടെ വിളിച്ചിട്ട് ഇവിടെ വന്ന് നിന്ന്. അയ്യോ, ചേച്ചിയായിരുന്നാ? എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറേ കാലായി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഒന്നുമില്ല ചേച്ചി, റേഷൻ കടയിൽ പോവാനാ. ഞായറാഴ്ച നിന്റെ മറ്റൊന്ന് തുറന്നു വെച്ചിട്ടുണ്ടോ റേഷൻ കട? ഞായറാഴ്ച ആയിരുന്നു അല്ലേ? ഞാനത് മറന്നു. ചേച്ചി വായോ. എടിയേ, 2000 രൂപ വാങ്ങിയിട്ട് 6 മാസമായി. ഇപ്പം അത് പലിശ അടക്കം 4000 രൂപയായി. എന്താ നിന്റെ ഉദ്ദേശം? ചേച്ചീനെ കാണാനേ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഈ സ്വർണ്ണമാല പണയം വെച്ചിട്ടേ ചേച്ചിയുടെ പൈസ മുഴുവൻ ഞാൻ തന്നു തീർക്കും. എടി, ഇത് എത്ര പവനാടി? നമുക്ക് പോയാലോ പണയം വയ്ക്കാൻ? അതാ ചേച്ചി സങ്കടം. അടുത്ത ആഴ്ച ഏട്ടൻ്റെ ആണ്ടാ. അതുവരെ ഇതിവിടെ കിടക്കട്ടെ. ആണോ? അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച വരാം. അപ്പം ചേച്ചി, ആണ്ടിനെ കുറച്ച് പൈസയ്ക്ക് ചിലവുണ്ട്. ഒരു 2000 രൂപയും കൂടി വേണമായിരുന്നു. എല്ലാം കൂടി മാല പണയം വെക്കുമ്പോൾ ചേച്ചിക്ക് ഞാൻ തരാം. അടുത്ത ആഴ്ച തന്നെ പണയം വെക്കണം കേട്ടോ, മറക്കരുത്. ഇല്ല ചേച്ചി, അടുത്ത ആഴ്ച ഈ സമയത്ത് ചേച്ചി ഇങ്ങോട്ട് പോരാ. ലക്ഷ്മി, 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 ഇങ്ങോട്ട് പോരെ, ഞാൻ കണ്ടു. ചേച്ചിയാ? കേറിയിരിക്ക ചേച്ചി. കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ട് ഒരടവ് പോലും നീ അടച്ചിട്ടില്ല. ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാവരും കൂടി ജാതിയായിട്ട് ഇങ്ങോട്ട് വരും. ചേച്ചി, എനിക്ക് പെട്ടെന്നൊരു തലവേദന വന്നു. അതുകൊണ്ടാണ് ഞാൻ കുടുംബശ്രീക്ക് വരാണ്ടിരുന്നത്. കാശ് എടുക്കണ നേരം വരുമ്പോൾ ഒരു കുഴപ്പമില്ല, അടയ്ക്കണ നേരം വരുമ്പോൾ ഒരു വലിയ തലവേദന വരും. കഴിഞ്ഞ തവണ നിനക്ക് തലവേദനയായിരുന്നു, ഇത്തവണയും തലവേദന. ഇതിനുള്ള തലയൊക്കെ എവിടെയുള്ള? ചേച്ചി, ഇത് പണയം വെച്ചിട്ട് കുടുംബശ്രീയിലെ എല്ലാ പൈസ അടയ്ക്കാനാണ് എൻ്റെ തീരുമാനം. നല്ല തീരുമാനം. ഇപ്പൊ തന്നെ പോയിട്ട് എനിക്ക് പണയം വെക്കാം. നിക്ക് ചേച്ചി, ഇന്ന് ഞായറാഴ്ചയല്ലേ? ഇന്നെവിടെ പണയം വയ്ക്കുക? സ്ഥാപനങ്ങളൊക്കെ മുടക്കല്ലേ? എന്നാ ചേച്ചി, വരുന്ന ഞായറാഴ്ച ഏട്ടൻ്റെ ആണ്ടാ. അത് കഴിഞ്ഞിട്ട് പണയം വെച്ച് ഞാൻ പൈസ അടച്ചോളാം. കുറച്ച് ദിവസം കൂടി ക്ഷമിക്ക്. അടുത്ത ആഴ്ചയല്ലേ പറഞ്ഞത്? അടുത്ത ആഴ്ച തന്നില്ലെങ്കിൽ അടുത്ത കൊല്ലം നിന്റെ ആണ്ട് ഞങ്ങൾ നടത്തും. ഇവിടെ ആരുമില്ലേ? ജബ്ബാർക്കയോ? കടയിൽ പറ്റ് 3000 രൂപയായി. ജബ്ബാർക്ക, ഞാൻ പെട്ടെന്ന് തരാം. എന്നാ അങ്ങോട്ട് എടുത്തോളി. അതല്ല, അടുത്ത ആഴ്ച തരാമെന്ന്. മിളക് മല്ലി പഞ്ചസാരയൊക്കെ നീ എത്ര കൊണ്ടുപോയിന്ന് നിനക്ക് വല്ല പിടിയുണ്ടോടി? എനിക്ക് ഇപ്പം കിട്ടണം പൈസ. എന്താ പ്രശ്നം? എൻ്റെ കൃഷ്ണേട്ടാ, 3000 രൂപ പറ്റ്. ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് ഇവരാ വഴിക്കില്ല. ഈ മാല പണയം വെച്ചിട്ട് ഞാൻ ആ കാശ് കൊടുത്തേക്കാം. പക്ഷെ എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണം. പടച്ചോനെ, നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ? കൃഷ്ണേട്ടാ, നിങ്ങൾ തന്നെ പറ. പിന്നെ സ്വർണ്ണല്ലത്, അത് തരും. ജബ്ബാർക്ക് പൊക്കോ, ഞാൻ ഗ്യാരണ്ടി. ഇതെന്നാ പണയം വെക്കണേ? ഞാനെൻ്റെ ഗ്യാരണ്ടി. അതന്നെ കൃഷ്ണേട്ട എനിക്കും പറയാനുള്ളത്. മാല ഗ്യാരണ്ടിയാ. ഞാൻ പെട്ടാ? അയ്യോ, രമണി ചേച്ചി. നീ അവിടെ നിക്ക്. രമണി ചേച്ചി, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കായിരുന്നു. നീ ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ മുടക്കുള്ള കാശ് ഇങ്ങോട്ട് തന്നാൽ മതി. എന്നാ ഞാൻ പോയിട്ട് വരാം. അല്ല, കൃഷ്ണൻ ചേട്ടൻ ഇരിക്ക് കൃഷ്ണൻ ചേട്ടാ. ഇസാപ്പിന്റെ എത്ര മുടക്കണമെന്ന് നിനക്കറിയാമോ? അടുത്ത ആഴ്ച ഈ സ്വർണ്ണമാല ഞാൻ പണയം വയ്ക്കും.
ഇസാഫിൽ അടയ്ക്കാനുള്ള എല്ലാ ലോണുകളും ഞാൻ അടച്ചു തീർക്കും. അടുത്ത ആഴ്ച ഞാൻ വരും. നിങ്ങളും കൂടി കേട്ടതാണേ. ആ കൃഷ്ണേട്ടൻ ഗ്യാരണ്ടിയാണ്. കൃഷ്ണേട്ടാ, ഇന്നാണ് മാല പണയം വെക്കാന്ന് പറഞ്ഞിരുന്ന ലാസ്റ്റ് ദിവസം. കുറച്ച് നേരം കഴിയുമ്പോൾ അവരെല്ലാവരും കൂടി കൂട്ടത്തോടെ എത്തും. കാശ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക? നീ എന്തിനാ എന്നെ ഗ്യാരണ്ടി ആയിട്ട് വെച്ചത്? ഞാനും പെട്ടില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം. മാല മോഷണം പോയി എന്ന് പറയാം. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് അതേ ഒരു മാർഗമുള്ളൂ. നീ എന്തെങ്കിലും ചെയ്യും. ഒരു കാര്യം ചെയ്യ്. ഇത് കയ്യിൽ വെച്ചോ കൃഷ്ണൻ ചേട്ടൻ, ഇത് കയ്യിൽ വെച്ചോ. എന്നിട്ടിത് പോയി എന്ന് പറയാം. ഇത് വല്ല പുലുവാലാവോ? എന്തിന്? ഇതെന്റെ കഴുത്തിലുണ്ടായാലല്ലേ പ്രശ്നം. എനിക്ക് മാത്രമല്ല കൃഷ്ണേട്ടന്. നേട്ടനല്ലോ ഗ്യാരണ്ടി. ആ എന്താ ചെയ്യാലേ, പാവം ആകെ ഉണ്ടായിരുന്ന സ്വർണ്ണ. വിശകാശ് മുഴുവനും തരാന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ചോദിക്കുക? എന്നാ ശരി, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. കള്ളൻ പിടിക്കാവനെ, കള്ളനെ പിടിച്ചേ, സ്വർണം കിട്ട കള്ളനെ പിടിച്ചേ. നാട്ടുകാരെല്ലാവരും വിളിക്ക്, ഓടിവാ ഓടിവാ. കള്ള 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 ഇവനാ. എടാ മാലക്കള്ള, എന്റെ മാല കട്ടെടുത്ത കള്ള.